പ്രിയംവദ കാതരയാണോ എന്ന ഷോർട്ട് ഫിലിമും ഈ ഡയലോഗും കേൾക്കാത്ത മലയാളികളുണ്ടാവില്ല. അവിടെ നിന്നാണ് മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ സിനിമയുടെ സംവിധായകനെ പിന്നീട് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. സെറ്റ് ലൈഫ്, പ്രിയംവദ കാതരയാണോ എന്നീ ഷോർട്ട് ഫിലിമുകളിൽ തുടങ്ങി കുഞ്ഞിരാമായണം, ഗോധ, മിന്നൽ മുരളി തുടങ്ങിയ സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച ബേസിൽ ജോസഫ് എന്ന സംവിധായകനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ചെയ്ത സിനിമകളെല്ലാം ഹിറ്റടിച്ച നിലവിലെ മലയാള സിനിമയിലെ മുൻനിര ചെറുപ്പക്കാരിലെ സംവിധായകനും നടനുമാണ് ബേസിൽ ജോസഫ്. തിര എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലെ അസിസ്റ്റന്റായാണ് ബേസിൽ തന്റെ മുഖ്യധാരാ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. വിനീത് ശ്രീനിവാസനിൽ നിന്ന് കിട്ടിയ ശിഷ്യഗുണങ്ങളെല്ലാം ബേസിൽ തന്റെ സിനിമകളിൽ പലപ്പോഴും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിനീത് ശ്രീനിവാസനെ പോലെ സംവിധാനം ചെയ്ത എല്ലാ ബേസിൽ സിനിമകളും വലിയ ഹിറ്റുകളാണ്. സംവിധായകൻ എന്ന നിലയിൽ പൂർണ്ണമായും വിജയിച്ചു നിൽക്കുന്ന ബേസിൽ തന്റെ കരിയറിൽ അഭിനയവും വഴങ്ങുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. മായാനദിയിലെ സംവിധായകനായും, കുഞ്ഞിരാമായണത്തിൽ രാഷ്ട്രീയക്കാരനായും, ഹോംലി മീൽസിൽ എഡിറ്ററായും ചെറിയ വേഷങ്ങളിലൂടെയാണ് ബേസിൽ അഭിനയ രംഗത്ത് ചുവടുവെക്കുന്നത്. കെട്ടിയോളാണെന്റെ മാലാഖയിൽ ആസിഫ് അലിയുടെ സുഹൃത്തായി മുഴുനീള വേഷത്തിലെത്തുന്നുണ്ട് ബേസിൽ ജോസഫ്. കക്ഷി അമ്മിണിപ്പിള്ള, മനോഹരം, ഗൗതമിന്റെ രഥം, ജോജി, ആണും പെണ്ണും, ഡിയർ ഫ്രണ്ടും, പൂക്കാലം എന്നീ സിനിമകളിലെല്ലാം ശ്രദ്ധേയമായ വേഷങ്ങളാണ് ബേസിൽ കാഴ്ചവെച്ചത്. ചിദംബരം SP സംവിധാനം ചെയ്ത ജാനേമൻ എന്ന ചിത്രത്തിലൂടെയാണ് ബേസിൽ ജോസഫ് ലീഡ് റോൾ നായകനായി ആദ്യമായി തിരശീലയിലെത്തുന്നത്. സൗഹൃദങ്ങളുടെ കഥ പറഞ്ഞ് കോമഡി ട്രാക്കിലൂടെ 2021 ഇറങ്ങിയ പടം തിയേറ്ററിൽ വലിയ വിജയമാണ് സമ്മാനിച്ചത്. നർമ്മങ്ങൾ ഏറെയുള്ള ചിത്രത്തിന്റെ വിജയം ബേസിൽ ജോസഫ് എന്ന നടനിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു. ശേഷം ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ വന്ന പാൽത്തു ജാൻവറും തിയേറ്ററിൽ ഹിറ്റ് ആവർത്തിച്ചു. ഭർത്താക്കന്മാരുടെ മെയിൽ ഷോവനിസവും സ്ത്രീ പുരോഗമനവും പ്രമേയമാക്കി വന്ന ജയ 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 ഹേ എന്ന വിപിൻ ദാസ് ചിത്രവും തിയേറ്ററിൽ വലിയ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. ഇത് ബേസിൽ ജോസഫ് എന്ന നടന്റെ സിനിമാ സെലക്ഷനിൽ പ്രേക്ഷകർക്ക് പൂർണ്ണ വിശ്വാസം നൽകി. പെരുന്നാൾ റിലീസായി തിയേറ്ററിലെത്തിയ ബേസിൽ ജോസഫ് ചിത്രമായിരുന്നു കഠിന കഠോരമീ അണ്ടകടാഹം. മിഡിൽ ക്ലാസ് ഫാമിലിയിലെ കഥ പറയുന്ന ചിത്രം കോവിഡ് കാലത്ത് പ്രവാസിയായ വാപ്പ മരിക്കുന്നതിലൂടെ കഥാഗതിയെ പ്രേക്ഷകനുമായി ഇമോഷണലായി കണക്ട് ചെയ്യുന്നുണ്ട്. പൊതുവെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്ന ബേസിൽ കഥാപാത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ബേസിലിനെ കണ്ട ചിത്രമായിരുന്നു മുഹഷിൻ സംവിധാനം ചെയ്ത കഠിന കഠോരമീ അണ്ടകടാഹത്തിൽ. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫാലിമിയിലും തന്റെ ഹിറ്റ് ആവർത്തിക്കുകയാണ് ബേസിൽ ചെയ്തത്. നർമ്മവും ഇമോഷനും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ജഗദീഷ്, ബേസിൽ, മഞ്ജു പിള്ള എന്നീ കോംബോകൾക്ക് ഫാലിമിയിലൂടെ സാധിച്ചു. കുടുംബം ഒന്നിച്ചുള്ള ബനാറസിലേക്കുള്ള യാത്ര ഇതിവൃത്തമായ ചിത്രത്തിൽ മുത്തച്ഛനുമായുള്ള സീനുകളും ബേസിൽ വളരെ കൈയടക്കത്തോടെ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സംവിധായകന്റെ കുപ്പായമണിഞ്ഞാലും നായകന്റെ റോളിൽ എത്തിയാലും തിരശ്ശീലയിൽ ആവർത്തിച്ച് ഹിറ്റ് നൽകാൻ കഴിയുന്നു എന്നത് ബേസിലിലെ സിനിമാക്കാരന്റെ പ്രത്യേകതയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് തമാശ രൂപപ്പെടുത്തുന്നതിൽ ബേസിൽ ജോസഫ് പലപ്പോഴും പഴയ ദിലീപ് സിനിമകളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ബേസിൽ സിനിമകൾ പുതിയൊരു ജനപ്രിയനിലേക്കുള്ള ചുവടുവയ്പായി പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ബേസിൽ ജോസഫ് സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ കുടുംബ പ്രേക്ഷകരും.